ഹലോ ഗൈസ്, നമ്മൾ ഫാമിലിക്ക് പുതിയ മെമ്പേഴ്സും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ എത്തിയപ്പോഴേക്ക് രാത്രിയായി. ഇവർ കൂടെക്ക് മാറ്റണം. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ മുയലിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്. രാവിലെ ഇതാണ് മുയലിൻ്റെ തീറ്റ. അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ആടും കൂടായിരുന്നു. മുന്നതിൽ ആടാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ആടില്ല. അപ്പോൾ നമ്മൾ പാട്ടംകൂട്ടിലാണ് മുയലിനെത്തുന്നത്. ഇനി കൂടെല്ലാം പുതിയത് റെഡിയാക്കണം. അപ്പോൾ ഗ്രില്ലടിച്ച് കൂട് സെറ്റ് ചെയ്യണം. അപ്പോൾ തൽക്കാലം നമ്മൾ അത് റെഡിയാക്കണ വരെ ആട്ടുംകൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാകെ കുറച്ച് വൃത്തി കുറവുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ അവർ മൊത്തം നിരപ്പാക്കണം. അപ്പോൾ അതിങ്ങനെ രാവിലെയും വൈകിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും. കൂട് സെറ്റാണ് വരെ. കൂട് സെറ്റാക്കുമ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിൽ പോവാനും കാക്കാനും വൃത്തിയുള്ളതിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ തീറ്റ കണ്ടിട്ട് അവർ കിറ്റൊക്കെ മാറ്റി പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് തീറ്റ. നമ്മൾ ഒരു പിടി ഇട്ട് കൊടുക്കും. രാവിലെയും വൈകിട്ട് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ. നമ്മൾ പുല്ലാണ് കൊടുക്കാറ്. ഈ പാടത്തും പറമ്പിലുള്ള പുല്ല് നമ്മൾ എരിഞ്ഞ് കൊടുക്കും, അതിട്ട് കൊടുക്കും. അത് നല്ലോണം തിന്നും. വേറെ നമ്മളൊന്നും തിന്നാൻ കൊടുക്കാറില്ല. നമ്മൾ ചോറ്, ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മളിത് മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. കൊടുക്കുന്നവരുണ്ടാവും. നമ്മളൊരു ഹൈബ്രിഡാണ്, ഹൈദരാബാദാണ്, അവിടുത്തെയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിന് ഇപ്പോൾ 2 മാസമായി. ഒരു 2 കിലോൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ഒരു 4 മാസമാകുമ്പോൾ നമ്മൾ ഇതിനെ വെവ്വേറെ കൂട്ടിലേക്ക് മാറ്റും. മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ വെവ്വേറെ കൂട്ടിലേക്ക് മാറ്റും. ഒരു 6 മാസമാകുമ്പോൾ നമ്മൾ ക്രോസിങ്ങിന് നമ്മൾ ഒന്നിച്ചിടും. ക്രോസിങ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ പ്രസവിക്കും. ഒരു 10-28-30 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നേരെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നേരെ നോക്കുകയാണെങ്കിൽ ഒരു നമ്മളെ കുട്ടികളുടെ എണ്ണം കൂടുതൽ കിട്ടും. അപ്പോൾ കൂടുതൽ വെയിറ്റും കാര്യങ്ങളും പാടില്ല. ക്രോസ് ചെയ്യണം മുന്നേ പിന്നെ കുറേ കാര്യങ്ങൾ നോക്കണം. ചെറുപ്പത്തിൽ നമ്മൾ മുന്നൊക്കെ അതേപോലെ മുയലിൻ്റെ കൂടെ നോക്കിയിരുന്നത് നാടൻ മുയലായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ഇത് നാടൻ മുയലല്ല, ഇത് ഹൈബ്രിഡാണ്. ഇപ്പോൾ നമ്മൾ